ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി വവ്വാക്കുന്ന് എന്ന് പറയുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ക്ഷേത്രത്തിലെ പൂജയും പൂജാവിധികളെക്കുറിച്ചും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഹായ് സുഹൃത്തുക്കളെ, ഇത് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി വവ്വാക്കുന്ന് ക്ഷേത്രമാണ്. സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ പല പ്രാവശ്യം വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാനിവിടെ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോഴാണ് ഒരാശ്രയം എന്ന നിലയിൽ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നത്. അവർ 100% കൗളിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ നടന്നു വരുന്നത്. ഒരു പൂജയ്ക്ക് 250 രൂപ നിരക്കിൽ 7 പൂജയാണ് ഈ ക്ഷേത്രത്തിൽ നിർദ്ദേശിക്കുന്നത്. അതുകൂടാതെ മറ്റ് പല പൂജകളും നിർദ്ദേശിച്ച് വൻ തുകയാണ് ഇദ്ദേഹം തട്ടിയെടുക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാം. വരുന്ന ഭക്തൻ ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഭഗവാനെ 7 തുളസിമാല, ഒരു നെയ്വിളക്ക്, ഒരു പാൽപ്പായസം എൻ്റെ കയ്യിലുണ്ട്, ഇത് ഭഗവാൻ ഇവിടെ സമർപ്പിക്കുന്നു. എൻ്റെ ആവശ്യം ഭഗവാൻ സാധിച്ചു തരണമെന്ന് പറഞ്ഞ് 7 പ്രദക്ഷിണം വയ്ക്കുന്നു. ഓ നമോ ലക്ഷ്മി നാരായണ എന്ന് പറഞ്ഞ് 7 പ്രദക്ഷിണം. ആ പ്രദക്ഷിണം 7 ആഴ്ചയ്ക്കും ആ ഭക്തന് അവൻ്റെതായ ആവശ്യം നടത്തി. അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ക്ഷേത്രം വന്നതിന് ശേഷം എത്രത്തോളം ഐശ്വര്യം ദിനം പ്രതി ഐശ്വര്യം. ദിനം പ്രതി 1997 ജൂൺ 15 മിഥുനം 1-ാം തീയതി ഞായറാഴ്ചയാണ് ഭഗവാനെ പ്രതിഷ്ഠ ചെയ്യുന്നത്. കർക്കിടകൻ രാശിയിലാണ് ഭഗവാനെ പ്രതിഷ്ഠ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് അന്ന് തൊട്ട് എനിക്ക് ഉയർച്ച. ദിനം പ്രതി ഭഗവാൻ എന്താവശ്യം, ഒരു ദിവസം പോലും ഒരു പൂജ മുടങ്ങിയിട്ടില്ല. പ്രാർത്ഥന ജനങ്ങൾ ഇല്ലാത്ത ടൈമുകളുണ്ടായിരുന്നു. അന്നും ഞാൻ ഒറ്റയ്ക്ക് ഭഗവാൻ ഇതെല്ലാം തന്ന് കൃത്യമായിട്ട് നടത്തിക്കൊണ്ട്. ഇപ്പം ഭക്തജനങ്ങളുടെ പ്രഭാഗമാണ്. ദിനം പ്രതി പറഞ്ഞ ഞാനാണ് ഒറ്റയ്ക്ക് ഇത് ഇത്രയും ചെയ്തുകൊണ്ട് പോയി. അന്നും ഒരു ബുദ്ധിമുട്ടും എനിക്ക് വന്നിട്ടില്ല. ആവശ്യമുള്ള സമ്പത്തും ധനമെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള സ്വത്ത് ഭഗവാന് പൂജ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിന്റെ ഈ ലോകത്തിലുള്ള എല്ലാ എന്ന് വെച്ചാൽ അമേരിക്ക വരെ ഉള്ള ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പൂജ ചെയ്യുന്നു. ഇവിടെ വരുന്നവരുണ്ട്, അവിടെ നിന്ന് ഓൺലൈനായിട്ട് പൂജ ചെയ്യുന്നവരുണ്ട്. എല്ലാ രാജ്യത്തു നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട്. ഇന്ത്യക്കകത്ത് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്, പൂജ ചെയ്യുന്നു. ട്രസ്റ്റ് അല്ലായിരുന്നു എൻ്റെ ഏക വക. അപ്പോഴും ആളുകൾക്കെല്ലാം ജയദേവന്റെ അമ്പലം എന്നും പറഞ്ഞൊരു പുച്ഛം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രദേശത്തുള്ള ജനങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടി. രണ്ടാമത് പുനഃപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ട് ഇവിടെയുള്ള ജനങ്ങളെല്ലാം വിളിച്ചു. എല്ലാ സമുദായത്തിലുള്ളവരെയും വിളിച്ചു കൂട്ടി. ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, ഓവർസിയറുണ്ട്, അധ്യാപകനുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരുണ്ട്, കൂലിവേലക്കാരനുണ്ട്. ഇവരെല്ലാം ഉൾപ്പെടുത്തി അതിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. 41 പേരെ ചേർത്ത് ട്രസ്റ്റാക്കി. അതിൽ പിന്നെ എഞ്ചിനീയർ ഒരാള്, പ്രസിഡന്റ്, സെക്രട്ടറി, ഒരു വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഓരോ ഡോക്ടർ, ഇങ്ങനെയുള്ള ഓരോവർക്കും പ്രാതിനിധ്യം കൊടുത്ത് ഓരോ സമുദായത്തിലുള്ളവർക്കും പ്രത്യേക പ്രാതിനിധ്യം കൊടുത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. എന്നാൽ എക്സിക്യൂട്ടീവ് വരെയും എല്ലാ സമുദായത്തിലുള്ളവരെ ചേർത്ത് ആണ് ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത്. 41 പേരെ ചേർത്താണ് ട്രസ്റ്റ് ഉണ്ടാക്കി. അവർ ഒരു വർഷം ഇത് കൊണ്ടുപോയില്ല. 1 വർഷം കഴിഞ്ഞ് അവർ വീണ്ടും വെച്ചിട്ട് അവർ വെച്ചൊഴിഞ്ഞിട്ട് പോയി. ഞാൻ വീണ്ടും ഒന്നേന്ന് തുടങ്ങി. ഇന്ന് ആ ട്രസ്റ്റിന്റെ കീഴിൽ തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നു. ഭക്തജനങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനോടൊപ്പം താങ്കൾക്ക് തോന്നിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഭക്തജനങ്ങൾ പ്രാർത്ഥന വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഉയർച്ച ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉയർച്ച ഉണ്ടായി. ഇപ്പം ഭക്തജനങ്ങൾ വന്നാൽ എനിക്ക് ഉയർച്ചയില്ല, അവർക്ക് ഉയർച്ച ഉണ്ടാവും. ഭഗവാൻ അമ്പലവും ഉയരുന്നുണ്ട്. പറഞ്ഞല്ലേ, എനിക്കെന്തൊരു ഉയർച്ച, എനിക്ക് ഉയർച്ച മതി. ഇതിനപ്പുറത്തൊരു ഉയർച്ചയും വേണ്ട. ഇത് തന്നെ ധാരാളം. പറഞ്ഞില്ല, ഈ ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ തന്നു. ഇനി എനിക്കെന്തൊരു ഉയർച്ച വേണം? ഇന്ന് വരെ ഒരു രോഗവും ഇല്ല. പറഞ്ഞല്ലേ, ഒരു കഷ്ടതയില്ല, ഒരു ദാരിദ്ര്യവും ഇല്ല. എല്ലാം ക്ലിയറായിട്ട് അന്നന്ന് കൃത്യമായിട്ട് പോകും. ഇതിനപ്പുറം ഇനി എന്തോ നമുക്ക് ഭൂമിയിൽ ഇത് മതി. ഇതിനപ്പുറത്ത് ഒരു സ്വത്തം വേണ്ട. അതുപോലെ അതാണ് മതി. പിന്നെ ഒരു നെഗറ്റീവ് കമന്റ് ഞാൻ പറയുവാണേ. സ്വാമി, ഞാൻ സ്ഥിരമായി അമ്പലത്തിൽ വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഇവിടെ കണ്ട കാഴ്ച ക്ഷേത്ര ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ ആ അമ്പലത്തിലെ വരുന്ന ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ല. എന്താണ് പറയുന്നത്? ഈ ക്ഷേത്രത്തിലെ വരുന്ന ഭക്തജനങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. 8-10 സ്റ്റാഫ് കൂടെ ഉണ്ട്. അവർ നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ അതിക്രമിച്ച് ജനം വരുമ്പോൾ നമ്മുടെ കയ്യിലും നിൽക്കാതെ വരും. അതൊരു എല്ലാ ക്ഷേത്രങ്ങളിലുള്ള, ഈ ക്ഷേത്രമൊന്നല്ല, ഗുരുവായൂരായാലും തിരുപ്പതി ആയാലും പളനി, ഏത് ക്ഷേത്രത്തിലും നിയന്ത്രണാതീതമാണ്. അത് ഒരു കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം
ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. വരുന്ന ഭക്തരെ അതുപോലെ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്, അത് സാധിക്കുന്നുമുണ്ട്. അവർക്ക് എന്താ ആവശ്യപ്പെടുന്ന ആ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തി കൊടുക്കുന്നുണ്ട്. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇന്നുവരെ ഉണ്ടാക്കിയിട്ട്. പിന്നെ ചിലർ കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും. ഇത്രയും ജനം വരുമ്പോൾ അവനെ നിയന്ത്രിക്കാൻ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല. അതുപോലെ തന്നെ ഒരു പൂജാവിധി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പൂജയ്ക്ക് അനുസരിച്ച് കോഴിക്കോട് നിന്ന് വന്നാണ് ഇവിടെ ആളുകൾ. അതുപോലെ തന്നെ മറ്റൊരു കമന്റ് ആണ്, ആ. നമ്മൾ പ്രസാദം പറയുകയാണെങ്കിൽ ആ പ്രസാദം കിട്ടുന്നത് അളവിൽ കുറച്ചാണ്. അതിനെക്കുറിച്ച് ഇല്ല, ഒരു 50 രൂപ ഒരു പാൽപ്പായസം, ഒരു 250 ഗ്രാം പാൽപ്പായസം ഡെയിലി. ആ പാൽപ്പായസമായിട്ടാണ്, വെള്ളം കലക്കിയല്ല കൊടുക്കുന്നത്, പാൽപ്പായസമായിട്ട് ചെയ്താണ് കൊടുക്കുന്നത്. അല്ല 50 ഗ്രാം പാൽപ്പായസം അല്ല കൊടുക്കുന്നത്, പാൽപ്പായസമായിട്ടാണ്. അതിനകത്ത് ഏലക്ക, ചുക്ക്, ഇഞ്ചി, ജീരകം ഇതെല്ലാം അതിന്റെ അളവിൽ പൊടിച്ച് പാലിനകത്താണ് പാൽപ്പായസം, പച്ചവെള്ളത്തിലില്ല ഇന്ന്. അപ്പൊ വരുന്ന ദാരിദ്ര്യപ്പെട്ട ഭക്തജനങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമായിരിക്കും, അത് ഞങ്ങൾ ഇവിടെ കൊടുക്കാറില്ല. ഭഗവാന് കൊടുക്കുന്ന പ്രസാദമാണ് കൊടുക്കുന്നത്. ഭഗവാന് കൊടുക്കുന്ന പ്രസാദം അത് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ചിലപ്പോൾ അളവ് കുറയും, കാരണം ഭഗവാൻ ആ രീതിയിലേ വെച്ചു കൊടുക്കാറുള്ളൂ. അല്ല വെള്ളം കലക്കി കോരി ഒഴിച്ചു കൊടുക്കാൻ ഭഗവാൻ വെക്കില്ല. ആ ഭഗവാന് നേദിക്കുന്ന പ്രസാദമാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. അല്ല ഇവിടെ കുരുളി വേവിച്ചിട്ടിട്ട് കൊടുക്കുകയല്ല. പറഞ്ഞ ഈ ക്ഷേത്രം ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ വരുന്ന ഭക്തരെ നിയന്ത്രിക്കാൻ യാതൊരു സൗകര്യമില്ല. അതുപോലെ ഏതൊരു ഭക്തൻ്റെയും അവകാശമാണ് രസീത് എഴുതി ഒരു പൂജ കഴിച്ചാൽ അതിൻ്റെ പ്രസാദം ലഭിക്കുക എന്നത്. എന്നാൽ അത് കൃത്യമായി ഇവിടെ കിട്ടാറില്ല. പാൽപ്പായസമോ എന്ത് തന്നെ ആയാലും ഒരു ഭക്തൻ്റെ അവകാശമാണ്, അത് ഇവിടെ നിന്ന് ലഭിക്കാറില്ല. നാളും പേരും പറഞ്ഞ് ഒരു രസീത് എഴുതി കഴിഞ്ഞാൽ ആ രസീതിൻ പ്രകാരമുള്ള പൂജ പോലും കൃത്യമായി ചെയ്യുന്നില്ല എന്നത് ഒരു നഗ്ന സത്യമാണ്. അതുപോലെ പല ഭക്തരോടും മോശമായി പെരുമാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കണ്ണൂരിൽ നിന്ന് വന്ന ഒരു ഭക്തയുടെ പൈസയും പേഴ്സും അടങ്ങിയ ഒരു ബാഗ് നഷ്ടപ്പെട്ടു. എന്നാൽ അന്ന് ഈ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തെ ഞാൻ അവിടെ കണ്ടില്ല. ആ ഭക്തയുടെ കരച്ചിൽ ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് അയാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനലുകാരൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം തന്നെ ഇതിൽ പറയുന്നുണ്ട്, കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഒന്നറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വന്ന് പെടാതിരിക്കുക. ഓരോ ചാനലുകാർ റീച്ച് കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ ഒന്ന് മാത്രം ഓർക്കുക, ഇതുപോലെ ഇത്രയും ദൂരെ വന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴുത് കൊണ്ടോ ഒന്നും നമുക്ക് യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു 10 സെൻറ്റ് വസ്തു വാങ്ങാനോ 10 ലക്ഷം രൂപ ലോട്ടറി അടിക്കാനോ ഒരു വീട് വെച്ച് തരാനോ ഒന്നും ഈ ദൈവങ്ങളെ കൊണ്ട് കഴിയില്ല. അതിന് നമ്മൾ വളരെയധികം കഷ്ടപ്പെടണം. എന്നാൽ ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി മാത്രം ലഭിക്കും, അതിൽ കൂടുതൽ ഒന്നും നമുക്ക് ലഭിക്കില്ല. അത് മാത്രം ഓർക്കുക. ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. എന്നാൽ നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രത്തെയും ഞാൻ കുറ്റം പറയാറില്ല. ഇതുപോലെയുള്ള ഉടായിപ്പും തട്ടിപ്പുകളും നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ഭക്തർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ വിലയേറിയ നിർദ്ദേശം, അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.